നേരം കിട്ടിയ സാധനപ്പത് ഇഞ്ചി എത്ര നേരായി കൊത്തുന്നു. ഇതേപ്പ ഇതിന്റെ ഉള്ളിലുള്ളൂ. ഒരു കോഴിപ്പാള കിട്ടാൻ ഇഞ്ചേനെ ഉള്ളൂ തോന്നുന്നു. എന്താ ആട്ടൻകുട്ടി അജ്ജ എവിടുന്നായിരുന്നു? ഞാൻ എത്രയും നേരം കൊത്തിയിട്ട് കിട്ടിയത് 4 ഇഞ്ചി കണ്ടാണ്. ഇതേണ്ട ജി, ഇതാണ് ഇഞ്ചി. ഇത്രയും നേരം പറമ്പ് കളിച്ചിട്ട് കിട്ടിയതാണ് ഇപ്പൊ. ഇത് ഇഞ്ചോ? ഇത് ഇഞ്ചല്ല ആചാരേ, ഇത് മഞ്ഞളാണ്. എല്ലാ നിങ്ങൾക്ക് ഞാൻ പെണ്ണടിച്ചാടാ നിക്കണേ. ആട്ടുകാട്ടും മണിക്കലും തിരിച്ചറിയില്ല. ഇതേ മഞ്ഞളാ. എന്താ എന്റെ അത്തൻകുട്ടി അജ്ജി പറഞ്ഞത്? ഇത് ഇഞ്ചല്ലേ, ഇത് മഞ്ഞളല്ല. അല്ല ഇപ്പൊ ഇഞ്ചും മഞ്ഞളും തിരിച്ചറിയാൻ നടക്കുക. അന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് എന്തായി? അതിന് പച്ചൊരാളെ ഞാൻ റെഡിയാക്കില്ല. നിങ്ങൾക്ക് പച്ചും ചോദിച്ചു. അമ്മ പോയേക്കല്ലേ, എന്താണ് പോയേക്കല്ലേ? അത്തൻകുട്ടിയെ ഇഞ്ചിപ്പോ പറഞ്ഞായില്ലല്ലോ. ഇഞ്ചിക്കൊത്ത അവിടെ കട്ടെ, അന്റെ കൊത്തോ നോക്ക വിചാരിച്ചായില്ലല്ലോ ആള്. ബസ്സൊന്ന് വെറുതെ കുടുങ്ങി. ഓള് കുടുങ്ങണം, കുടുങ്ങണോള്. അവൻ മരിച്ചു, അവൻ മരിച്ചു. വച്ചാലും പോണ്ട. അവരെപ്പോഴാ കാക്ക വരിക? നിങ്ങളെ ഈ കുടി ഇനിയെങ്കിലും ഒന്ന് നോക്കുവോ? ഞാനെങ്കിലും ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. നിങ്ങളെ ഈ കുടി കാരണമല്ലേ ആരെങ്കിലും ഒരു കല്യാണക്കാരൻ ഇങ്ങനെ വരുന്നുണ്ടോ? എത്ര കാലം ഞാൻ ഇങ്ങനെ നിൽക്കുന്നു. അവര് വരുന്നക്കാ, നിങ്ങളൊന്ന് നേരെ നിക്ക്. അവര് തന്നെ വരുന്നേ. ആ ബട്ടൺസ് ഒക്കെ ഒന്ന് പിടിച്ചു വെച്ചാണ്. ഓടന്നെയായിരുന്നു. വന്നോട്ടെ. എന്നെ കാണാനല്ലേ? എന്റെ ബട്ടൺ നോക്കി അങ്ങനെ നോട്ടെ. പോരില്ല. അസ്സലാമലൈക്കും. വാലൈക്കും. അപ്പളേ ഇതാണ് ഞാൻ പറഞ്ഞ ബസീറാജി. അജ്ജൊക്കെ പാടി ചെയ്തിട്ടുണ്ട്. അല്ല നിങ്ങള് ഈ നാട്ടുകാരെ സ്വദേശപ്പെടുത്തന്നെ? ഇവരാദ്യം കൊല്ലത്തെ പിന്നെ ഇങ്ങോട്ട് താമസാക്കിയാണ്. ഈ കാണുന്ന സ്വത്ത് മുഴുവൻ പോയിട്ടുള്ളതാണ്. ആ താഴെ കണ്ടോ മേലെ കണ്ടോ ഒക്കെ മൊത്തം പോയിട്ടുള്ളതാണ്. 4 കിട്ടിയ 4 കുട്ടിയെ. ഇത് 5ാം താള. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ആര്യകുഞ്ഞാക്കുണ്ടാടെ കാണും. ആറാമത്തെ ആള്. ഞമ്മക്കേ സ്വത്ത് മുതലൊന്നല്ല പ്രധാനം. മരണം വരെ ഞമ്മളെ നോക്കാൻ പറ്റുന്ന ഒരു പെണ്ണ് വേണം. അതാണ് ഞമ്മക്ക് വേണ്ടത്. മരിച്ചോ എന്നാലേ നിങ്ങളാ സൈനാണെന്ന് വിളിച്ചാണ്. ഇറങ്ങി നോക്കേ. പിന്നെ ഓൾക്കണ്ട് സംസാരിക്കാണ്ടാവും. സംസാരിച്ചോടല്ലേ? എന്നാലേ നിങ്ങളിപ്പോ സംസാരിച്ചോളി. പിന്നെ ആചാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറയാം. അത്തൻകുട്ടി വിചാരിച്ചാലേ നടക്കാത്തൊരു കല്യാണമില്ല. കല്യാണം അത്തൻകുട്ടി ഉണ്ടാക്കിയോ? ഒരുപാട് കല്യാണം ഉണ്ടാക്കി. ഇതുപോലെ ഒറ്റ കല്യാണം മുടങ്ങിട്ടല്ല. അതാണ് അത്തൻകുട്ടി. ഇനിയിപ്പോ എന്താ ബാക്കി കാര്യങ്ങള്? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതിനെ ഞാൻ കൊണ്ടുപോയാലോ? പെൺകുട്ടിയെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട പെണ്ണിനെ ഞാന് ഇവിടെ കൂടിയാലോ? എനിക്ക് നല്ലോണം ഇഷ്ടമായി. മൂപ്പർ ഇവിടെ നിന്നോട്ടെ. ആയിക്കോട്ടെ. എനിക്ക് ഒരാള് വരില്ലേ? അത്തൻകുട്ടി വിചാരിച്ചാലേ നടക്കാത്ത ഒരു കല്യാണം വന്നാറിന്റെ അത്തൻകുട്ടിയെ എനിക്ക് നല്ല ഇഷ്ടമായി പെണ്ണിനെ. ഞാൻ ഇവിടെ തന്നെയാണ് കൂടിയാലോ? ആയിക്കോട്ടെ. ഇവിടെ നോട്ടെ. എനിക്ക് ഒരാള് വരില്ലേ? എനിക്ക് നല്ല ഇഷ്ടമായിക്കാ. മൂപ്പർ ഇവിടെ നിന്നോട്ടെ.
മനസ്സിലാതെ ആ ചപ്പ് കിടക്കുന്നുണ്ടോ? ആ കസാരയൊക്കെ അങ്ങോട്ട് തേക്ക്, ആ മൂലയൊക്കെ ഒന്ന് ചേർത്ത് തൂക്കതോ, അതൊക്കെ ഒന്ന് നോക്ക്. എല്ലാം തൂക്കുന്നുണ്ട്. അവിടെ ആ ഇഞ്ചും കൊത്തി നിന്നാ മതിയായിരുന്നു. ഇവിടെയും കൊത്താൻ കിട്ടിയില്ല, അവിടെയും കൊത്താൻ കിട്ടിയില്ല. ആ എല്ലാം കൊത്തിക്കോ. വെളിയിലെ കന്നാലി കുളിപ്പിച്ചോ. ആ എല്ലാം കുളിപ്പിക്കും. അതിനുള്ള ചോറ് പിന്നെ ചോറ്റിനൊക്കെ വെള്ളം ഇറക്കി വെച്ചോ. തുണിയൊക്കെ കിടക്കുന്നില്ലേ? ആ എന്തെല്ലാം ജോലി എടുക്കുന്ന പുറത്തൊക്കെ അത്തനൊന്ന് കാണട്ടെ. എല്ലാം കാണിക്കാം. അവിടെ തൂക്ക് മനുഷ്യ ചപ്പ് കിടക്കുന്നുണ്ടോ? ആ കസാര കൊണ്ടൊന്ന് നോക്ക്. തൂത്താൻ മൂലയൊക്കെ ഒന്ന് തൂത്ത് കൂട്ടെ. കന്നാലി കുളിപ്പിച്ചോ? കന്നാലിക്കുള്ള പുളിയരി വേവിച്ചിട്ടോ? തുണി നനച്ചിട്ടോ? തുണിയെല്ലാം കൊടുത്തിട്ടോ കൊടുത്തോ? ചോറ്റിനപ്പോ വെള്ളം വെച്ചോ? എന്നെല്ലാം ജോലി കിടക്കുന്നത്. എന്താ പെട്ടെന്ന് ആവട്ടെ. ഇതൊക്കെ പ്രവൃത്തി വന്നു. ആ എല്ലാ പണിക്കില്ല. എന്താ കാണില്ല. വെടലെടുക്കും. അവിടെ ആ ഇഞ്ചും കൊത്തി നിന്നാ മതിയായിരുന്നു. ഇത് അവിടെയും കൊത്താൻ കിട്ടിയില്ല, ഇവിടെയും കൊത്താൻ കിട്ടിയില്ല. അത്താൻകുട്ടിനെ ഞാനൊന്ന് കാണട്ടെ. ആ പിന്നെ ഞാനേ കുറച്ച് റീലെടുത്തിട്ട് വരാം. പറഞ്ഞ പണിയൊക്കെ തീർത്ത് വെച്ചിരിക്കണേ. റീലെടുക്കാൻ പോവാനല്ല ഓള്. എന്ത് റീലെടുക്കണേ? കണ്ട ബസ്സിലൊക്കെ കയറി കണ്ട ആണുങ്ങളെ റീലെടുക്കാൻ. ഇപ്പൊ ഞാൻ പെട്ടമാതിരി പെണ്ണുങ്ങളെ സമയമല്ല ഇപ്പൊ വൈറലാക്കാന്. ഇനി ഇവിടെ നിൽക്കൂലയാണ്. ഏതായാലും ഞാൻ അത്തൻകുട്ടിനെ ഒന്ന് കാണട്ടെ. ബഷീറാജി എന്താ ഇങ്ങനെ ഇരിക്കണേ? അല്ല എന്ത് സൈനോ പോയി? ഞാൻ അത്തൻകുട്ടി അന്നൊന്ന് കാണാൻ നിൽക്കാണ്. അപ്പൊ ഓളിയ സൈന അവള് ഇവിടെ ഇല്ല. അവള് റീലെടുക്കാൻ പോയിക്കണ്. പുലിന്റെ പല്ലുമായാലേ പൂച്ചാവൂല. എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു. സിറാജിനെ തരികിട പഠിപ്പിച്ചിട്ടില്ല. സിറാജ് അതിനെക്കാട്ടും വലിയ തരികിടയാണ്.